ശരിക്കും പാട്ട് പഠിച്ചാൽ ഗർഭിണിയാവുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആത്മജ സെന്ററിൽ നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണിയാവുന്നതായി നമ്മൾക്ക് ഗർഭിണികളാവുന്നത് നമ്മൾ അല്ല അങ്ങനെയല്ലായിരുന്നു. ഗർഭിണികളായിട്ട് ക്ലാസ് കുറച്ച് കഴിയുമ്പോൾ ഛർദിലൊക്കെ ആകുമ്പോഴത്തേക്ക് പുതിയ ലീലാവിലാസങ്ങളുമായി നമ്മുടെ സ്വന്തം വിജയ് മാധവ് അവതരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിജയ് ഒറ്റയ്ക്കല്ല, കട്ട സപ്പോർട്ടുമായി ഭാര്യ ദേവിക നമ്പ്യാരും കൂടെ തന്നെയുണ്ട്. ഇവർ രണ്ടുപേരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ദേവിക ഒരു സമയത്ത് സീരിയലിലും സിനിമകളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ആളാണ്. വിജയ് ആണെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആണ്. പക്ഷേ പാട്ടുകാരൻ എന്നതിനേക്കാളും വിജയ് അറിയപ്പെട്ടത് പേരിടൽ കൊണ്ടാണ്. സ്വന്തം മക്കൾക്ക് വെറൈറ്റി പേരുകൾ ഇട്ടുകൊണ്ട് ഏറിൽ കയറിയ ആളാണ് വിജയ്. ഇയാൾ സ്വന്തം ആൺകുട്ടിക്കിട്ട പേര് എല്ലാവർക്കും അറിയാലോ, ആത്മജ മഹാദേവ്. പെൺകുട്ടിക്കാണെങ്കിലോ അതിനും കൂടിയനും ഓം പരമാത്മ. കുറച്ച് അന്ധവിശ്വാസ അസ്ഥികളുള്ള ആളാണ്. അതാണ് ഇങ്ങനെ ഓരോന്നും പൊക്കി പിടിച്ചു വരുന്നത്. പക്ഷെ ഇതൊക്കെ ചെറുത്. എന്തായാലും ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കണ്ടുപിടുത്തവുമായിട്ടാണ് ഇത്തവണ വിജയ് മാധവനും ദേവിക നമ്പ്യാരും വന്നിട്ടുള്ളത് സുഹൃത്തുക്കളെ. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകും. നിങ്ങൾ കേട്ട് തെറ്റിയിട്ടൊന്നുമില്ല. അതന്നെ, പാട്ട് പഠിച്ചാൽ ഗർഭിണിയാവും. ഇനി ഞാൻ പറഞ്ഞ വിശ്വാസം വരുന്നില്ല എങ്കിൽ വിജയും ദേവികയും പറയുന്ന നിങ്ങളൊന്ന് കേട്ടു നോക്കി. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാവുമോ? അതാണ് നമ്മുടെ ചോദ്യം. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന പാട്ട് പോലെ ഇരിക്കും. വെസ്റ്റേൺ മ്യൂസിക് ആണെങ്കിൽ ഗർഭിണിയാവാനുള്ള സാധ്യത കൂടുതലാണ്. കം ഓൺ ബേബി, ഓ മൈ ഗോഡ് തുടങ്ങിയ ഇംഗ്ലീഷ് വാക്കുകളുള്ള ലിറിക്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇനി ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിൽ ഗർഭിണിയാവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ആരോഹണവും അവരോഹണവും മാത്രം മതി. മനസ്സിലായില്ലേ? അതന്നെ. ഇനി വിക്രം സിനിമയിലെ ബീജം പോലെ ഈ ആരോഹണത്തെയും അവരോഹണത്തെയും ഒന്ന് സ്മർജ് ചെയ്തെടുത്താൽ പിന്നെ ഒന്നും പറയണ്ട, കെങ്കേമായി. അല്ലാണ്ട് ഇപ്പൊ എന്താ ഇതിനൊക്കെ മറുപടി കൊടുക്കുക? നിങ്ങൾ എന്നെ പറഞ്ഞു തരും. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാവും പോലും. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ഈ തംബ്നെയിലിനൊരു പ്രത്യേകതയുണ്ട്. അടുത്ത നമ്മൾ ആകാശത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഈ ഒരു ചോദ്യത്തോടു കൂടി. നിങ്ങളെപ്പോഴും ആകാശത്ത് ഇറങ്ങിയത്? രണ്ടാക്കത് ആരമായി മാറിഞ്ഞ് തോന്നുന്നുണ്ട്. നല്ല സുഖം ഉണ്ടല്ലേ, ഇങ്ങനെ ഏറി പാറി പറന്ന് നടക്കാലോ. വല്ലാത്ത മനുഷ്യന്മാരിഷ്ടം. വല്ല ബഹിരാകാശ നിലയത്തിലേക്ക് അങ്ങനെ പോണ പോലാണ് വർത്താനം കേട്ടാ തോന്നാം. ഞങ്ങൾക്ക് ഏറി കയറാൻ സമയമായി എന്നൊക്കെ. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ശരിക്കും പാട്ട് പഠിച്ചാൽ ഗർഭിണിയാവുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആത്മജ സെന്ററിൽ നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണിയാവുന്നതായി നമ്മൾക്ക് ഗർഭിണികളാവുന്നത് നമ്മൾ അവിടെ കർണാട്ടിക് മ്യൂസിക് തന്നെയാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. അതോ ഇനി വേറെ വല്ല പരിപാടി ഉണ്ടോ? സത്യം പറയണം. എന്നാലും പാട്ട് പഠിച്ച് ഗർഭിണിയാവുന്ന പെണ്ണുങ്ങൾ കാലം പോയ പോക്കെ. ശാസ്ത്രം തോറ്റു, പാട്ട് ജയിച്ചു. ഇനി ഇവിടുത്തെ ഫെർട്ടിലിറ്റി സെന്ററുകളൊക്കെ അടിച്ചു പൂട്ടേണ്ടി വരുമല്ലോ ഈശ്വര. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരൊക്കെ വിജയ് മാധവന്റെ ആത്മജ മ്യൂസിക് സെന്ററിലേക്ക് വന്നാൽ മതി. വെറുതെ പാട്ട് കേട്ടിരുന്നാൽ മാത്രം മതി. തിരിച്ചു പോകുമ്പോൾ ഒരു കുട്ടി ഫ്രീ. അല്ല പിന്നെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഈ ആത്മീയതക്കും അന്ധവിശ്വാസത്തിനും ഒക്കെ ഒരു അതിരൊക്കെ വേണ്ടേ? എന്തും വിളിച്ചു പറയാമെന്നായോ? എന്തായാലും ബാക്കി പറയും. അല്ല അങ്ങനെയല്ലായിരുന്നു. ഗർഭിണികളായിട്ട് ക്ലാസ് കുറച്ച് കഴിയുമ്പോൾ ഛർദിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കയറും. 3-4 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ സാർ അതെന്താ നമുക്ക് മാത്രമാണോ ഇത് എന്താ ഇങ്ങനെയെന്നുള്ള രീതിയിൽ നമ്മുടെ സാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം ക്ലാസ് അടക്കുവച്ച് നിൽക്കും. ഒരു 4-5 മാസമൊക്കെ ആകുമ്പോൾ നിൽക്കും. ചിലരൊക്കെ 2-3 മാസം ആകുമ്പോഴേ നിർത്തും ഛർദിലൊക്കെ കൊണ്ട്. അപ്പൊ ശരി. ഇനിയിപ്പോ അവിടെ മ്യൂസിക് പഠിപ്പിക്കുന്ന സാറും പഠിക്കാൻ പോകുന്ന പെണ്ണുങ്ങളും മാത്രമേ ഏറി കയറാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവരും കൂടെ ഏറി കയറ്റാനുള്ള പരിപാടിക്ക് വിജയ് ഒപ്പിച്ച് വെക്കുന്നുണ്ട്. ഡേയ് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കും. വെറുതെ അവിടെ പഠിക്കാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കല്ലേ. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഈ ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതൊക്കെ മനുഷ്യനുണ്ടായ കാലം തൊട്ടേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇനിയും അങ്ങനെ തന്നെ നടന്നോളൂ. അതിനിപ്പോ നിന്റെ പാട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരാണും പെണ്ണും വിചാരിച്ചാൽ മാത്രം മതി. അവർക്ക് നല്ല മൂഡുണ്ടെങ്കിൽ ഗർഭിണിയാവുള്ള പരിപാടികൾ അവരെ ഒപ്പിച്ചു വെച്ചോളൂ. പറയുന്നത് കേട്ടാ തോന്നും കർണാടക സംഗീതം പഠിച്ചിട്ടാണ് ഇത്രയും കാലം ഇവിടെ എല്ലാവരും പ്രസവിച്ചതെന്ന്. എന്തായാലും ബാക്കി പറഞ്ഞാം. ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചെങ്കിലും കഴിഞ്ഞ ആഴ്ചയാണ് നമ്മള് കൃഷ്ണകുമാർ ചേച്ചിയുടെ വീഡിയോ കണ്ടത്. അതില് എനിക്ക് തോന്നുന്നു രജനീഷാണ് ഇന്റർവ്യൂ. അതിനകത്ത് പറയുന്നുണ്ട് ചേച്ചി പഠിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകാര് പെട്ടെന്ന് ഗർഭിണിയാവുന്നതായി കാണുന്നു. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ നമുക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ശരി, നൊബേൽ സമ്മാനം കൊടുക്കണം. ഇനി അതിന് മുകളിൽ വല്ല സമ്മാനം ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. അജാതി കണ്ടുപിടുത്തല്ലേ. ഇവനും കൊടുക്കണം, ഇവന്റെ ബിന്നി ടീച്ചർക്കും കൊടുക്കണം. ബാക്കി പറഞ്ഞാലും നമ്മുടെ ബിസിനസിന്റെ ഒരു ഭാഗമാണ് ആത്മജ സെന്റർ. അങ്ങനെ പറ. അപ്പൊ ബിസിനസ് ആണ്, അതാണ് കാര്യം. പാട്ട് പഠിക്കൂ ഗർഭിണിയാകുമെന്ന് പരിചയം കൊടുത്താൽ 4 ആള് കൂടുതൽ കിട്ടിയാൽ അതായില്ലേ. ഈ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ പറ്റിക്കാൻ നല്ല എളുപ്പമാണ്. അവരെവിടെ എന്ത് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ പോയി പരീക്ഷിക്കൂ. ഫെർട്ടിലിറ്റി സെന്ററിൽ പോയിട്ടും ഗർഭിണിയാവാൻ പറ്റാത്തവരൊക്കെ ഇനി വിജയ് മാധവൻ ആത്മജ സെന്ററിലേക്ക് ഓടി വരും. നോക്കിയിരുന്നോ? ബാക്കി ഉണ്ടോ? നമ്മുടെ ബിസിനസിന്റെ ഒരു ഭാഗമാണ് ആത്മജ സെന്റർ. അതിൽ ഓൺലൈൻ നമുക്ക് സെഷൻ അത്യാവശ്യം നന്നായി പോകുന്നുണ്ട്. തുടങ്ങിയ അന്ന് മുതലേ നമുക്ക് സാറ് നല്ല ആയിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടും പിന്നെ എന്തുകൊണ്ടോ നമുക്ക് പോസിറ്റീവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു സ്പെഷ്യൽ സെഗ്മെന്റ്, അതായത് ഈ പറഞ്ഞ മാതിരി പ്രഗ്നൻസി ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ
പെട്ടെന്ന് ഇപ്പൊ ഇത് കർണാട്ടിക് മ്യൂസിക് ആയതുകൊണ്ട് എന്താ എല്ലാ പാട്ടും പാടുന്ന പോലെ പെട്ടെന്ന് പാടാൻ പറ്റണമെന്നില്ല. കുറച്ച് പാട്ട് പാടാനും പഠിക്കാനോ അല്ലെ കേൾക്കാനൊക്കെ ഒരു താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു സെഗ്മെന്റ് ഒരു ഭാഗമാക്കി അവരുടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റും. ഇത് വെച്ച് ഈ വീഡിയോ വെച്ചിട്ട് ഇതിന്റെ അർത്ഥം ഓക്കെ നമ്മുടെ പാട്ട് പഠിച്ചാൽ ഉടനെ നിങ്ങൾ ഗർഭിണിയാകുമെന്നോ, ഈ പാട്ട് പഠിച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ വന്ധ്യതാ ചികിത്സ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്ത് തരാം, അങ്ങനല്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാരണം ആൾക്കാർ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതും കൂടെ സൈഡിൽ കൂടെ വേണം ഒരു 3-4 മാസം പാട്ട് പഠിച്ച് വേണം നോക്കാൻ. ചിലപ്പം അത്ഭുതം സംഭവിച്ചാലോ. അതെ അതെ, എങ്ങാനും ബിരിയാണി കൊടുത്താലോ അല്ലെ. എന്തോന്നടേ, എന്തൊക്കെയാണ് ഈ പറയുന്നത് നല്ല ബോധമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗർഭിണി ആവാൻ ആണും പെണ്ണും വിചാരിച്ചാൽ മതിയെന്ന്. എന്നാൽ അത് മാത്രം പോരാ, എല്ലാവരും അറിയുന്നുണ്ടാക്കും ഇതിനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ട്, ഓവുലേഷൻ പീരീഡ് എന്നൊക്കെ പറയും. ആ സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നാൽ മാത്രമേ പ്രഗ്നന്റ് ആവാൻ സാധ്യതയുള്ളൂ. ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം ഓക്കെയായി വരണം, എന്നാലേ പരിപാടി നടക്കൂ. അല്ലാതെ 4 നേരം നിന്റെ കർണാടക സംഗീതം പൊങ്ങി തിന്നാലൊന്നും ഇവിടെ ആരും ഗർഭിണിയാകാൻ പോണില്ല. ഇത് വെറും ബിസിനസ്, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരൊക്കെ ആത്മജ സെന്ററിലേക്ക് വരൂ. നോക്ക്, രണ്ടാളും ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നത് ഓർക്കണം. ഒരു ദിവസം ഒന്ന് തീർന്നു കിട്ടണമെങ്കിൽ എന്തൊക്കെ കാണണല്ലേ. ബാക്കി ഉണ്ടോക്കാം. എസ്പെഷ്യലി കർണാട്ടിക് മ്യൂസിക് ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ 1 മണിക്കൂർ പോലും പഠിച്ചിരിക്കാൻ പറ്റത്തില്ല. പാട്ട് സിനിമ പാട്ട് പാടുന്ന പോലല്ല. അതെ, ഇഷ്ടപ്പെടാതെ പഠിക്കുന്ന പെണ്ണുങ്ങൾ അവസാനം ബോറടിച്ച് എഴുന്നേറ്റ് പോയി. ബോറടി മാറ്റാൻ വേണ്ടി ഭർത്താവിന്റെ കൂടെ സെക്സ് ചെയ്യും. അങ്ങനെ ആയിരിക്കുമല്ലോ ഇവരെല്ലാവരും പ്രഗ്നന്റ് ആവുന്നത്. അല്ല, വേറെയും യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. ഇനി പ്രഗ്നന്റ് ആവാൻ സെക്സ് ഒന്നും ചെയ്യേണ്ട, പാട്ട് മാത്രം പഠിച്ചാൽ മതി എന്നൊന്നും പറഞ്ഞു വരില്ലട്ടോ. 1-2 IVF ക്ലിനിക്കുകളും കൂടി ഇനി പൂട്ടി പോകാത്തതായിട്ടുള്ളൂ. അതും കൂടി പൂട്ടിക്കല്ലേ. ബാക്കി നോക്കാം. ഞാനൊരു മ്യൂസീഷ്യനാണ്. ഇപ്പൊ താങ്കൾ യോഗ ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അത് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ 7 ചക്രാസ് പറയുന്നുണ്ട് യോഗയിൽ. ഇപ്പം മൂലാധാരം മുതൽ സഹസ്രാരം വരെ 7 ചക്രമുണ്ട്. അതിൽ ഏറ്റവും ഈ സെക്ഷൽ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഗർഭം സംബന്ധമായിട്ടുള്ള ചക്രാസ് എന്ന് പറയുന്നത് മൂലാധാരം അല്ലെ സ്വാദിഷ്ഠാനം, മണിപൂരകം, ഈ ഒരു ഗ്യാപ്പാണ്. മൂലാധാരം, മണിപൂരകം കൊള്ളാലെ വെറൈറ്റി ആയിട്ടുണ്ട്. വെറുതെ അല്ല, ഇതൊക്കെ കേട്ടാൽ തന്നെ പെണ്ണുങ്ങൾ പ്രഗ്നന്റ് ആവും. അല്ല പിന്നെ ബാക്കി കൂടെ നോക്കാം. പാട്ടിന്റെ ഏറ്റവും കൂടുതൽ പവർ എടുക്കേണ്ട ഏരിയ ഇവിടുന്നാണ്. ഈ ശ്വാസം എടുത്ത് എത്ര നിൽക്കാൻ പറ്റുന്നോ അങ്ങനെ മാത്രമേ നമുക്ക് പാടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ ഓഫായിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ചക്രം പാടുമ്പോൾ ഓണാവുന്നതായിരിക്കാം ഒരു കാര്യം. സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആർക്കും അറിയത്തില്ല. ചിലത് അത്ഭുതമായിരിക്കും, ചിലർക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, മറ്റു ചിലർ വേറൊരു രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ ആരെയും കുറ്റവും പറയേണ്ട, നമ്മൾ ശരിയാണെന്നും പറയുന്നില്ല. ശരി, ആരൊക്കെ വിശ്വസിച്ചാലും നിന്നെ വിശ്വസിക്കാൻ പോണില്ല. ഈ സൂര്യന് കീഴിലുള്ള സകല ഉടായ്പകളും നിന്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായി. എന്നാലും പല ജാതി പരസ്യങ്ങളും കണ്ടിട്ടുണ്ട്. സ്വന്തം മ്യൂസിക് സെന്ററിന് വേണ്ടി പാട്ട് പഠിക്കൂ, ഗർഭിണിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്യാൻ ഈ ലോകത്ത് വിജയ് മാധവന് മാത്രമേ കഴിയുള്ളൂ. അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അധികം വൈകാതെ തന്നെ ഡിലീറ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ എയറിലൊന്നും നിൽക്കില്ല എന്ന് മനസ്സിലായി കാണണം. മിൽക്കി വേയും വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലല്ലോ. എന്തായാലും കൊള്ളാം, ഇങ്ങനെയും കുറെ മനുഷ്യന്മാർ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണിത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.